സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഗോളുകളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചു എല്ലാം പരാജയപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടാണ്. ഏതൊരു ഗോളും സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാസ്റ്റർ കീ ഇൻഗ്രീഡിയൻറ്റ് അതെന്താണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹാപ്പി ലൈഫ് സപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സാധാരണയായി ഗോളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളത് നിങ്ങളുടെ ഗോളിനെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ മനസ്സിൽ വ്യക്തമായി കാണൂ, പിന്നെ അതൊരു പേപ്പറിലോ ബുക്കിലോ നിങ്ങൾ എഴുതി വയ്ക്കൂ, പിന്നെ അതിൻ്റെ ഇമേജസ് നിങ്ങൾ കാണൂ, പിന്നെ അതിനു വേണ്ടി നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യൂ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യൂ. ഇതൊക്കെയാണ് നമ്മൾ ഒരു എന്താ പറയുക, ഗോളുകളെക്കുറിച്ച് അതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനും കേൾക്കാത്ത അനുഭവിക്കാത്ത ആൾക്കാർ പോലും എങ്ങനെയാണ് അവരവരുടെ ഗോളുകൾ നേടുന്നത്? പക്ഷേ ഇത്രയും പക്കാ പ്ലാനിങ് ഉള്ളവർ പോലും 100-ൽ എന്താ പറയുക 5 പേര് മാത്രമേ അവർ പ്ലാൻ ചെയ്യുന്നതിൽ വിജയിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അതിന് ഈ ഒരേ ഒരു മാസ്റ്റർ കീ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു മാസ്റ്റർ കീയിലേക്ക് നമുക്ക് പോകാം. വീഡിയോ ദയവായി എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അല്ലേ? നമ്മൾ എഴുതി വയ്ക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, വിഷൻ ബോർഡ് തയ്യാറാക്കുന്നു. നിങ്ങളിപ്പോൾ വിഷൻ ബോർഡിൽ വച്ചിരിക്കുന്ന പിക്ചർ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നു, പക്ഷേ ലൈഫിലേക്ക് വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ആക്ഷനൊക്കെ എടുത്തിട്ടും അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടും നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു മരവിപ്പിലോട്ടും ഒരു പരാജയ ബോധത്തിലോട്ടും അതിൻ്റെ ഒരു ഭീതിയിലോട്ടും ഒക്കെ മെല്ലെ അങ്ങ് സിങ്ക് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കും. എന്നെക്കൊണ്ട് പറ്റില്ല അല്ലേ, എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലേ, ഞാൻ ശ്രമിച്ചതാണല്ലോ, ഇതെങ്ങനെ എനിക്ക് കിട്ടാതെ പോയി, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പരാജയപ്പെടുന്നത്, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ, എനിക്ക് നല്ല രീതിയിൽ മോട്ടിവേഷനൊക്കെ കിട്ടിയിരുന്നല്ലോ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തത് കൊണ്ടാണോ എനിക്കിത് കിട്ടാതെ പോയത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്ന് നിങ്ങളെ അലട്ടാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ലോ ഫീലിംഗ് വരുമ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കും, എൻ്റെ ഗോൾ സ്മാർട്ടായിരുന്നില്ലേ. സ്മാർട്ടെന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. അല്ലെങ്കിൽ തോന്നാം, ഞാൻ ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടും എൻ്റെ ഫോക്കസ് എവിടെയാണ് തെറ്റിപ്പോയത്. പക്ഷേ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല. ആ കാരണമാണ് ഈ ചോദ്യം. നിങ്ങൾ പ്ലാൻ ചെയ്ത ഗോൾസിന് നിങ്ങളുമായി കണക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടോ? നിങ്ങളിപ്പോൾ വിചാരിക്കും, ഗോൾസിന് ഇമോഷൻ ഉണ്ടോ, എന്ത് ഇമോഷൻ എന്നൊക്കെ. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ആ ഒരു കീ ഇൻഗ്രീഡിയൻറ്റ്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഗോളിന് നിങ്ങളെ അത്രമാത്രം സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടായിരുന്നോ? ആ ഗോൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങളെ അത്രമാത്രം എക്സൈറ്റ് ചെയ്യിക്കുന്ന, ഫീൽ ചെയ്യിക്കുന്ന, രോമാഞ്ചം കൊള്ളിക്കുന്ന, കോരിത്തരിപ്പിക്കുന്ന, ആനന്ദ കണ്ണുനീരുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള വാശി നേടിയ ശേഷം അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്നുള്ള, അല്ലെങ്കിൽ സ്വയം അഭിമാനിക്കാവുന്ന ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷൻ നിങ്ങൾക്ക് ആ ഗോളുമായി ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു സ്ട്രോങ് ഇമോഷൻ നിങ്ങൾക്ക് ആ ഗോളുമായി ഇല്ല എങ്കിൽ അത് നേടാൻ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അതിനോടുള്ള നിങ്ങളുടെ സമീപനം എന്ന് പറയുന്നത് ഒരു ഒഴുക്കൻ മട്ടിലായിരിക്കും. എനിക്ക് കിട്ടിയാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒന്നുമില്ല. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ഇമോഷൻ ഇല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവും ആത്മാർത്ഥതയും ഒക്കെ കുറയും ഈ ഗോൾ നേടിയെടുക്കാൻ. മറിച്ച് ഒരു സ്ട്രോങ് ഇമോഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ആയാലും എനിക്കിത് നേടിയേ പറ്റൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടായാലും ഈ ഗോൾ അച്ചീവ് ചെയ്തിരിക്കും എന്നൊരു ആത്മവിശ്വാസം വരും. ഗോൾ നേടാനായി ഒരു സ്ട്രോങ് ഇമോഷൻ ഇല്ലാത്തത് കൊണ്ടാണ് 100-ൽ 95% പേരും ലക്ഷ്യം നേടാതെ പരാജയപ്പെട്ടു പോകുന്നത്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്താൽ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ ഗോൾ നേടുന്നത് കൊണ്ട് എന്നെ ഇൻസ്പയർ ചെയ്യിക്കുന്നത് എന്താണ്? ഞാൻ എന്തിന് ഈ ഗോൾ നേടണം? ഈ ഗോൾ നേടുന്നത് കൊണ്ട് എന്നെ കോരിത്തരിപ്പിക്കുന്ന, എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന, എനിക്ക് അഭിമാനം തരുന്ന, അല്ലെങ്കിൽ എനിക്ക് ആനന്ദ കണ്ണുനീർ പൊഴിക്കാൻ സാധിക്കുന്ന തരത്തിൽ എന്ത് ഇമോഷനാണ് ഈ ഗോളുമായി എനിക്കുള്ളത്? അതിനൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഗോളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അത് നിങ്ങൾ പേപ്പറിൽ എഴുതിയ വെറുമൊരു ഗോളായി മാത്രം അവശേഷിക്കും. ജിം റോൺ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു റിയലി വോണ്ട് ടു ഡു സംതിങ് യു വിൽ ഫൈൻഡ് എ വേ. ഇഫ് യു ഡോണ്ട് യു വിൽ ഫൈൻഡ് ആൻ എക്സ്ക്യൂസസ്.
നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും അത് ചെയ്തിരിക്കും. എന്തെങ്കിലും വഴി കണ്ടെത്തിയിരിക്കും. പക്ഷേ നമുക്കത് അത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് ചെയ്യാത്തതിൽ എക്സ്ക്യൂസുകളും നമ്മൾ ഒരുപാട് നിരത്തും. ഒരു ഗോൾ തിരഞ്ഞെടുത്ത് വിജയിക്കാൻ ഉറപ്പിക്കുന്നതിന് പിന്നിലും ചില ഇമോഷൻസ് ഉണ്ട്. ഒരു പക്ഷേ അത് നമ്മൾ സ്മാർട്ടാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ അധിക്ഷേപിച്ചവർക്ക് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് ഒരു പ്രൗഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലത് സ്വീറ്റ് ചലഞ്ചായിരിക്കാം. ഞാനിവിടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. ഒരമ്മ തൻ്റെ 11 വയസ്സുള്ള കുഞ്ഞുമായിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ടെലിവിഷനിൽ ഒരു പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ട് പോയി. അതൊരു ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ കുഞ്ഞിന് അത്രയധികം ആഗ്രഹം അത് കാണാൻ വേണ്ടിയിട്ട്. ആ വീട്ടുകാർ അനുവാദം കൊടുത്തു. അങ്ങനെ ഇവർ 3 ദിവസം പോയി. 4-ാമത്തെ ദിവസം ചെന്നു. ടി വിയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ പരസ്യം വന്ന സമയത്ത് ഈ ടി വി കാണാൻ ചെന്ന കുഞ്ഞിരുന്ന കസേരയിൽ നിന്ന് ആ കുട്ടിയെ തള്ളിയിട്ടു. ആ വീട്ടിലെ 2 കുട്ടികൾ. ആ വീട്ടിലെ കുട്ടികളുടെ അമ്മയെ ഷോക്കായി, ഈ കുഞ്ഞിൻ്റെ അമ്മയെ ഷോക്കായി. എന്നിട്ട് ആ കുട്ടികൾ ഒരു ആക്രോശത്തോടു കൂടി പറഞ്ഞു, ഇറങ്ങിപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കസേരയിലിരുന്ന് ടി വി കാണുന്നതെന്ന്. അങ്ങനെ ഈ കുഞ്ഞ് വേഗം തന്നെ ആ കുട്ടികളുടെ അമ്മയോട് പറഞ്ഞു, ആൻറ്റി ഞാൻ പോവുക, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഈ കഥ ഇത്രയും വ്യക്തമായി പറയാൻ കാരണം ഇത് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലെത്തിയതും കതകൊക്കെ തുറന്ന് അകത്ത് കയറിയത് ഈ കുഞ്ഞ് അതിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരൊറ്റ പൊട്ടി കരച്ചിലായിരുന്നു. ആ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം വന്നു. ആ കുഞ്ഞ് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഒരു ടി വി ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മൾ ഇത്രയും നാണം കെട്ടതെന്ന്. അപ്പോൾ ആ അമ്മ ആ കുഞ്ഞിനോട് ഉറച്ചു പറഞ്ഞില്ല. അതിൻ്റെ കണ്ണുനീരൊക്കെ ഒപ്പി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് മനസ്സിൽ ആ ലേഡി ഒരു ശപഥം ചെയ്തു, ഇന്നേക്ക് 16-ാം ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിന് ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു ടി വി വാങ്ങിച്ചു കൊടുക്കുമെന്ന്. അവരുടെ കയ്യിൽ ആ സമയത്ത് അതിനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ ഇവർ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞാൻ എൻ്റെ കൊച്ചിന് ഞാൻ ടി വി വാങ്ങിച്ചു കൊടുക്കും. അതിനിടയ്ക്ക് ആ വീട്ടിലെ ആ കുഞ്ഞുങ്ങളുടെ അമ്മ വന്ന് ഈ കുഞ്ഞിന് വേണ്ടി ടി വി കാണാൻ വിളിക്കുന്നുണ്ട്, വാ മോളെ. അപ്പോൾ ഈ കുഞ്ഞ് സ്നേഹത്തോടെ അവരുടെ ആ ഒരു എന്താ പറയുക ക്ഷണം നിരസിച്ചു. ഇല്ല ആൻറ്റി ഞാൻ വരുന്നില്ല. അപ്പോൾ ഈ അമ്മയും പറഞ്ഞു, ഇല്ല ഇപ്പോൾ വരുന്നില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ഒരു 3-4 ദിവസം കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് പോയി. ഒരു ദോശത്തവ വാങ്ങിക്കുകയായിരുന്നു ലക്ഷ്യം. കയ്യിൽ ഒരു 540 രൂപയുണ്ട്. അങ്ങനെ അവരൊരു ഹോം അപ്ലയൻസിൽ ചെല്ലുമ്പോൾ അവിടെ ആ സമയത്ത് ഓണത്തിൻ്റെ കുറേ ഓഫറുകളൊക്കെ ഇങ്ങനെ കൂപ്പണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് ആ സെയിൽസ്മാൻ പറഞ്ഞു, മാഡം നിങ്ങൾ 500 രൂപയ്ക്ക് ഒരു സാധനം തികച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും. അപ്പോൾ ഇവർ ചോദിച്ചു, ഇതിനകത്ത് സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? 500 രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന എല്ലാവർക്കും ബൈക്ക് മുതൽ ടി വി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, മിക്സിയുണ്ട്, പാത്രങ്ങളുണ്ട്, ഇതൊക്കെയാണ് സമ്മാനം എന്ന് പറഞ്ഞു. ഇനി ടി വി എന്ന് കേട്ട ഉടനെ ഇവർ ചോദിച്ചു, ഏതാ ടി വി? അപ്പോൾ ഒരു ഹയറിൻ്റെ ഫ്ലാറ്റ് ടി വിയാണ്. അങ്ങനെ ഈ ലേഡി ആ ടി വിയുടെ വിഡ്ത്തും ലെങ്തും ഒക്കെ തൻ്റെ കൈ വെച്ച് തന്നെ അളവൊക്കെ ഒന്ന് എടുത്തു, അതിനെ ടച്ച് ചെയ്ത് നോക്കി. ശേഷം 500 രൂപയ്ക്ക് സാധനം വാങ്ങി. അവർക്ക് ഒരു കൂപ്പണൊക്കെ കിട്ടി. തിരികെ വീട്ടിലെത്തി. എത്തിയ ഉടനെ അവർ ചെയ്തത് ഈ ടി വി ഈ വീട്ടിൽ എവിടെ ഫിക്സ് ചെയ്യുമെന്നുള്ളത് മാർക്ക് ചെയ്യുകയാണ്. അവർ പോയിട്ട് സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ പിന്നെ വീട്ടിലുള്ളൊരു പ്ലാസ്റ്റിക് ടേബിൾ എടുത്ത് അവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. കുഞ്ഞിൻ്റെ ഒരു കളർ പെൻസിൽ കൊണ്ടുവന്ന് ആ ടി വിയുടെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ആ ഭിത്തിയിൽ മാർക്ക് ചെയ്ത് വെച്ചു. പിന്നീട് അവർ നേരെ പോയത് ഈ കേബിളൊക്കെ കണക്ഷൻ കൊടുക്കുന്നിടത്തേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഡിഷാണ് അന്ന് കണക്ഷനായിട്ടുള്ളത്. അതിന് എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ചു. അവരുടെ കയ്യിൽ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന കുഞ്ഞിൻ്റെ കുടുക്ക പൊട്ടിച്ച് അതിനെടുത്തിട്ട് പോയത്. ഒരു 250 റുപ്പീസ് അഡ്വാൻസും ഒക്കെ കൊടുത്തിട്ട് ഈ സ്ത്രീ തിരിച്ച് വീട്ടിൽ വന്നു. ഓർക്കണം, അവർക്കൊരു കൂപ്പൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഷോപ്പുകാരൻ എന്നാ വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വിളിക്കാം. അയാളുടെ ഫോൺ നമ്പറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഇവർ ഈ കൂപ്പൺ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുകയാണ്. പിന്നെ എപ്പോഴും ഫോൺ എടുത്ത് നോക്കുകയാണ്. അവരുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. എപ്പോഴാണ് ആ ഷോപ്പിൽ നിന്ന് ഞെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ഇവർ ഈ സമ്മാനം കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കുന്നതെന്ന്. അതിനിടയ്ക്ക് ഇവർ ഈ ഡിഷിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള ക്യാഷ് ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ഈ ടി വി പോയി ഈ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ കൂലി ഒപ്പിച്ച് വെക്കുന്നുണ്ട്. ഓട്ടോയെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സിറ്റിയിലേക്ക് പോകാൻ വരണമെന്നൊക്കെ. അങ്ങനെ ഇവരെല്ലാം ഇതിനിടയ്ക്ക് ഇതെല്ലാം അങ്ങ് പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൂപ്പണിൻ്റെ ഞെറുക്കെടുപ്പ് കഴിഞ്ഞു. ഇവരുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഇവർ ഈ കോൾ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. വന്നിട്ട് ആ ഷോപ്പുകാർ പറഞ്ഞു, മാഡം നിങ്ങൾക്ക് ടെലിവിഷൻ സമ്മാനമായി അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ലേഡി ചോദിച്ചത്, ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടതെന്ന്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു. ഇവർ ഉടനെ തന്നെ ആ ഒരു ഓട്ടോയൊക്കെ വിളിച്ചു. ഇവർ നേരെ ആ ഷോപ്പിലേക്ക് പോയി. ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സിറ്റിയിലേക്ക്. അങ്ങനെ ഇവർ പോയി ആ ടെലിവിഷനുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു.
അന്ന് തന്നെ ആ കേബിൾ കണക്ഷന് വേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ ചെയ്തു. ആ കുഞ്ഞ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു 10 ദിവസത്തിനുള്ളിലാണ് അവർ 16 ദിവസമാണ് അവർ ശപഥം ചെയ്തിരുന്നത്. ആ 10 ദിവസത്തിനുള്ളിൽ കുഞ്ഞ് തിരികെ വീട്ടിൽ വരുമ്പോൾ ഈ ഒരു പുതിയ ടി വി, അതും ഒരു ഫ്ലാറ്റ് ടി വിയൊക്കെ അതിൻ്റെ എന്താ പറയുന്നത് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇവിടെ ആ അമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ടൊരു ഇമോഷൻ ഉണ്ടായിരുന്നു, തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീര്, തൻ്റെ കുഞ്ഞിൻ്റെ അഭിമാനം. അതുകൊണ്ട് തന്നെ ഒരു ടി വി നേടുക, ആ ഒരു ഗോൾ അവർ എങ്ങനെ നടക്കുമെന്നൊന്നും ചിന്തിച്ചില്ല. പക്ഷേ അവർക്കറിയായിരുന്നു അത് 16 ദിവസത്തിനുള്ളിൽ ടി വി കിട്ടുമെന്ന്. അവർക്ക് ആ കൂപ്പൺ കിട്ടിയപ്പോൾ തന്നെ അവർ മനസ്സുകൊണ്ട് ആ ടി വി സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് ശരിക്കും ഒരു ഗോളിനോടുള്ള ആത്മാർത്ഥതയും വിശ്വാസവും. ആ അമ്മയ്ക്ക് ഒരു മോട്ടിവേഷനും കിട്ടിയിട്ടില്ല. ആ അമ്മ ഒരു ലോ ഓഫ് അട്രാക്ഷനും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ആ അമ്മ എല്ലാം പ്ലാൻ ചെയ്തത് അവരുടെ മൈൻഡിലാണ്. പക്ക പ്ലാനിങ്. അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞായിരുന്നു. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ കണ്ണുനീരും ആ കുഞ്ഞിൻ്റെ അഭിമാനവുമായിരുന്നു. ആ ഒരു നാണക്കേടുണ്ടല്ലോ, അതിനെ തിരുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗോളിന് നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്ന സ്ട്രോങ് ആയിട്ടൊരു ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇവിടെ ആ അമ്മ ഒരു ടി വി കിട്ടുമെന്ന് അറിഞ്ഞതോടുകൂടി അത് അവർ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതാണല്ലോ അവർ പോയി കേബിൾ കണക്ഷൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നു, ഓട്ടോക്കാരനെ പറഞ്ഞ് റെഡിയാക്കി വയ്ക്കുന്നു, ടി വി എടുത്തിട്ട് വരാനായിട്ട് ആ കോള് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഗോളിനെ സ്വീകരിക്കാൻ നമുക്കൊരു സ്ട്രോങ് ഇമോഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവത്തുള്ളൂ, ആത്മവിശ്വാസം ഉണ്ടാവൂ. ഒരു യുവാവ് തൻ്റെ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വല്ലാതെ അങ്ങ് പരാജയമായി. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനാണെങ്കിൽ ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡിവോഴ്സ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും അവളുടെ നിർബന്ധപ്രകാരം അദ്ദേഹം ഡിവോഴ്സ് കൊടുത്തു. അങ്ങനെ ഡിവോഴ്സിനൊക്കെ ശേഷം ഇദ്ദേഹത്തിന് ഒരു വാശി തോന്നി. അപ്പം എങ്ങനെയെങ്കിലും ഈ ബിസിനസ്സിൽ വിജയിക്കണം, ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് വിജയിപ്പിക്കണമെന്ന്. അങ്ങനെ ഇദ്ദേഹം ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ന്യൂ ഇയർ പാർട്ടി ഇദ്ദേഹം അറേഞ്ച് ചെയ്തു. തൻ്റെ ജീവനക്കാർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടിയുള്ള പാർട്ടി. ദുബായിൽ വെച്ചാണ് ഈ പാർട്ടി നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയും ദുബായിലാണ്. ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്കൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. അതൊക്കെ ചിലർ വീട്ടിൽ പോയി പറയുകയും ചെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർക്കും ഇദ്ദേഹത്തെ വലിയ മതിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഈ തൻ്റെ പുതിയ മുതലാളിയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജരും ഭാര്യയും ഇദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും അടുക്കലേക്ക് എത്തി. ഇദ്ദേഹവും 2ാമത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ഞെട്ടലും മാത്രമല്ല ഒരു ആത്മസംതൃപ്തിയും തോന്നി. അസിസ്റ്റൻറ്റ് മാനേജർ തൻ്റെ ഭാര്യയെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹം പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു. അത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു. അവരുപേക്ഷിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ ഒരിക്കലെങ്കിലും അവരുടെ മുന്നിൽ വിജയശ്രീ ലാളിതനായി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ച് നിൽക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒറ്റ വാശിയായിരുന്നു അദ്ദേഹത്തെ ഈ വീണ്ടും ബിസിനസ്സിൽ വളരാനും സമ്പന്നനാക്കാനും സാധിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ എന്നത് ഒരു വാശി കൂടിയാണ്, ഒരു സ്വീറ്റ് റിവഞ്ച് കൂടിയാണ്. ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഉള്ളിലൊരു വാശി വേണം. അതിന് മുന്നോട്ട് നയിക്കുന്ന ഒരു സ്ട്രോങ് ഇമോഷൻ വേണം. ആ റീസൺ, ആ ഇമോഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പുറത്തു നിന്നുള്ള ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷനും ഒന്നും പ്രാക്ടീസ് ചെയ്യാത്തവരും അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടോ, ഒരു വഴിയുണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു സ്ട്രോങ് ഇമോഷൻ അതിന് പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷൻ തോന്നുന്ന ഒന്നിനെ നിങ്ങൾ സെലക്ട് ചെയ്യൂ. അല്ലാത്തതിനെ ഉപേക്ഷിച്ചിട്ട് ആ ഇമോഷൻ ഉള്ളതിൻ്റെ പിന്നിലേക്ക് നിങ്ങൾ പോകുക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് പേപ്പറിൽ എഴുതി വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെറും ഒരു ആഗ്രഹം മാത്രമായിട്ട് അത് അവശേഷിക്കും. നമ്മളിലപ്പോൾ ഇമോഷനും ഒരു വാശിയും ഒരു സ്വീറ്റ് ചലഞ്ചും ഒക്കെ വേണം. എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഇത് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.